ഹരി ഓം നമഃ ശിവായ. നമസ്കാരം. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ധനപരമായിട്ടുള്ള അജ്ഞാതപരമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തത് മൂലമാണോ നമ്മൾക്ക് ഇന്ന് ഈ കടക്കിണികൾക്ക് കാരണം? ഒരു പരിധിവരെ നമ്മുടെ ജാതകം നോക്കിയാൽ അറിയാൻ പറ്റും ഇന്ന കാലങ്ങളിൽ ഇന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ടെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ദോഷങ്ങളാണെങ്കിൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇനി ഇതിനപ്പുറത്ത് അജ്ഞാതമായിട്ട് എന്തെങ്കിലും ചിലർ ഞാനൊരു ശാപവും ഒരു ദോഷവും ഇന്ന് വരെ ഒരാൾക്ക് മനസ്സറിഞ്ഞൊന്നും ദോഷങ്ങൾ ചെയ്യുന്നുണ്ടായിട്ടില്ല, എന്നിട്ട് എന്താണ് ഭഗവാൻ എൻ്റെ വിളി കേൾക്കാത്തത്, ഇങ്ങനെ പറഞ്ഞു വരുന്നവരും ഉണ്ട്. ഇതിനൊക്കെ ഒന്നും കൂടി ഡീപ്പായിട്ട് ജാതകം നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പം അത്തരത്തിൽ കണ്ടുവരുന്ന നമ്മൾക്ക് മുൻജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ശാപങ്ങളോ താപങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഒരു പരിധിവരെ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുക. പക്ഷെ തന്നെ പോലെ തന്നെ തൻ്റെ ചുറ്റുപാടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും ജീവിക്കാൻ തുല്യ അവകാശമുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. അത് മനുഷ്യന് മാത്രമാണ് അത്തരത്തിലുള്ള വിവേകമുള്ളൂ, മറ്റുള്ളവർക്ക് അത് കൽപ്പിക്കുന്നില്ല. മനുഷ്യന് ബുദ്ധിയും വിവേകവും കൂടിയുള്ളതുകൊണ്ട് മനുഷ്യനൊരു ചക്രരീതി പറഞ്ഞിട്ടുണ്ട്. ആ ചക്രരീതിയിലെ നമ്മൾ നടക്കാവൂ. ഇപ്പം ഒരു ചില ജ്യോത്സ്യന്മാർ നോക്കുമ്പോൾ പറയാം മുൻജന്മത്തിൽ ഗുരുവിനെ നിന്ന ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിച്ചുകൊണ്ടോ ഇങ്ങനെയുള്ള ഗുരുശാപം സ്ത്രീശാപം ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം. പക്ഷെ ഇതേപോലെ തന്നെ പക്ഷി മൃഗാദികളെയും ഉപദ്രവിച്ച ദോഷങ്ങളും പറയാം. പക്ഷെ സിദ്ധതന്ത്രത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ലതാദികളെ, അതായത് വൃക്ഷലതാദികളെ നശിപ്പിച്ച ദോഷം, അതായത് കാട് നശിപ്പിച്ചു എന്നൊക്കെ ആയിരിക്കും കാണുക. പക്ഷെ സത്യത്തിൽ ദേവവൃക്ഷങ്ങൾ നശിപ്പിച്ച ദോഷമാണ് അതിൻ്റെ കാരണം. നമുക്കറിയാം അത്തി ഇത്തി അരയാല് പേരാല് ഇതൊക്കെ ദേവവൃക്ഷങ്ങളാണെന്ന്. അരയാലിൽ 33 ദേവന്മാരും വസിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് എല്ലാ ക്ഷേത്രത്തിലും അരയാലിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. വൃക്ഷരാജാവാണ് അരയാല്. ഇതേപോലെ തന്നെ തുല്യ പ്രാധാന്യമുണ്ട് അത്തി ഇത്തി അരയാല് പേരാല്. ഇത്തരത്തിലുള്ള മുൻജന്മത്തിലേതെങ്കിലോ നമ്മളോ നമ്മുടെ പൂർവികരോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ദേവവൃക്ഷങ്ങൾ നശിപ്പിക്കുകയുണ്ടായാൽ അതും നമ്മൾക്ക് ദോഷമായി ഭവിക്കാം. ചില ക്ഷേത്രങ്ങളൊക്കെ അഷ്ടമംഗലം ചിന്തിക്കുമ്പോൾ പറയുമെന്ന് കേൾക്കാം, ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു, അത് ആരാ വെട്ടിക്കളഞ്ഞ? പുതിയ കമ്മിറ്റിക്കാർ വെട്ടിക്കളഞ്ഞു എന്ന് പറയും. പക്ഷെ അവിടെ ദേവചൈതന്യം ഉണ്ടായിരുന്നു. ഇനി അതിനെന്താ ബദൽ ചെയ്യുക? അതിനെന്താ ബദൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു മാവോ വെച്ച് അതിനെ പരിപോഷിക്കുക. അപ്പോൾ ആ ശാപം ഒറ്റയടിക്ക് തീരുന്നതില്ല. അത് പതുക്കെ പതുക്കെ അരം വരുത്താനേ പറ്റുള്ളൂ. ആ ദേവന്റെ കോപമാണ് അതിന് കാരണം. അത്തരത്തിലുള്ള ശാപമാവാം നമ്മളുടെ ഈ ജന്മത്തിലെ ഈ മനസമാധാനം ഇല്ലാതാക്കാൻ കാരണം. നമുക്കറിയാം ധനം വന്നാൽ തന്നെ നമുക്ക് മനസമാധാനമായി, ജീവിതചര്യകൾ വ്യത്യാസം വരും. അസുഖങ്ങളില്ലാതായി തന്നെ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ പൈസയൊക്കെ ഇരിക്കാൻ തുടങ്ങും. അപ്പോൾ അത്തരത്തിലുള്ള കോപങ്ങളാണെങ്കിൽ
അതിന് പരിഹാരമാണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങളെ ഞാൻ അറിയിക്കുന്നത്. ആ സിദ്ധതന്ത്രമാണ്. ജ്യോതിഷത്തിനപ്പുറത്തും സിദ്ധന്മാർക്ക് പ്രാധാന്യമുണ്ട്. അവരരുൾപ്പാട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, എൻ്റെ ഗുരുവിലൂടെ തന്നിട്ടുള്ള അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതായത് അത്തി, ഇത്തി, അരയാല്, പേരാല്, ഈ 4 വൃക്ഷങ്ങളെ കാര്യകാരണങ്ങളില്ലാതെ നശിപ്പിക്കാൻ പാടില്ല. നമ്മുടെ പറമ്പിലായാലും എവിടെയാണെങ്കിലും ചെയ്യാൻ പാടില്ല എന്നാണ് ശാസ്ത്രം അനുശാസിക്കുന്നത്. അതുപോലെ അത്തി, അരയാല് അതെല്ലാം പൗർണമി ദിവസം അതിനെ സേവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ശാപങ്ങളൊക്കെ തീരും. അത് പേരാല്, ഇത്തി, ഈ 2 വൃക്ഷത്തിനെ ശൈവപരമായിട്ടുള്ള ചൈതന്യമാണ് കാണിക്കുക. അതിനെ അമാവാസി ദിവസവും പരിപോഷിച്ചാൽ ഒരു പക്ഷേ നമ്മളുടെ ഈ ദാരിദ്ര്യ ദുഃഖത്തിന് കാരണം, ഈ കടം വരുന്നതിന് കാരണം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ശാപമായിരിക്കാം. പല പൂജകളും ചെയ്തിട്ട് ഫലമില്ല എന്ന് പറയുന്നവരും ഇതുകൂടി ഒന്ന് പരീക്ഷിക്കുക. ജാതകം നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. സമയമെടുക്കുന്ന കാര്യമാണ്, അത് ഗണിച്ച് നോക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് കർമ്മങ്ങൾ ചെയ്യാനും ജ്യോത്സ്യന് പോലും ഒരു ദക്ഷിണ കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫലം കണ്ടുവെങ്കിൽ, അതായത് ഒരു 6 മാസത്തിന് ശേഷം ഈ 4 വൃക്ഷങ്ങളെ പരിപോഷിച്ചതിന് ശേഷം 6 മാസത്തിന് ശേഷം നമ്മളുടെ ദുരിതങ്ങൾ തീർന്ന് സമ്പത്ത് സമൃദ്ധിയൊക്കെ വരാൻ തുടങ്ങിയാൽ നമുക്ക് ഉറപ്പിക്കാം ഇത്തരത്തിലുള്ള വനദോഷങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത് വന്നത് എന്ന് മനസ്സിലാക്കി ഇത് 6 മാസം കൂടുമ്പോൾ ചെയ്യണം. അപ്പോൾ അതിന് അരം വരും. 90, 89 അങ്ങനെ കുറഞ്ഞ് വരും. അല്ലാതെ നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാവില്ല. കാരണം ഇത് സിദ്ധതന്ത്രത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, ജ്യോതിഷപരമായിട്ടല്ല. 18 സിദ്ധന്മാർ നമ്മൾക്ക് അരുളപ്പാട് ചെയ്തിട്ടുള്ള തന്ത്രത്തിലെ ഇന്ന് 10 ഉപനിഷത്തുകളെ നമുക്ക് ഇന്ന് കയ്യിലുള്ളൂ. ബാക്കി 8 എണ്ണം കൈമാശം വന്നു പോയിട്ടുണ്ട്. വിദേശികൾ അത് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ്, ഉപനിഷത്തുകൾ തന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ വളരെ ലളിതമായി അർജുനനെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കാം. ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അമാവാസി ദിവസം ഈ കർമ്മത്തിന് മുന്നോടിയായിട്ട് നമ്മൾ അത്തി, ഇത്തി, അരയാല്, പേരാല് എവിടെ നിൽക്കണു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നമ്മളുടെ പറമ്പിലുണ്ടാവാം, ചിലപ്പോൾ അടുത്തുള്ള പറമ്പിലുണ്ടാവാം. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. മറ്റുള്ളവരുടെ പറമ്പിലാണെന്നുണ്ടെങ്കിൽ അവരോട് പറയണം, എൻ്റെ നക്ഷത്രത്തിലുള്ള ഒരു വൃക്ഷം നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്നുണ്ട്, അതിനൊന്ന് സേവിക്കാൻ ജ്യോത്സ്യം പറഞ്ഞു. അതോ നക്ഷത്ര വൃക്ഷങ്ങളെ ആരാധിക്കണം എന്നുള്ള പറഞ്ഞതിൻ്റെ പേരിലാണ് അതിന് എന്നെ ഇന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കും. ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷങ്ങളുണ്ടെന്ന് അറിയാലോ. പക്ഷെ നമ്മുടെ ഉദ്ദേശം ഇതാണ്, മറ്റൊന്നല്ല, ആർക്കും ദ്രോഹമുള്ള കാര്യമല്ല. ആ പേരാല്, ചില ക്ഷേത്രങ്ങളിൽ പേരാലുണ്ടാവും. പേരാല് ക്ഷേത്രത്തിലുണ്ടെങ്കിൽ അവിടെ ചെയ്താലും മതി. അവിടെ ആകുമ്പോൾ നമ്മൾക്ക് അതിനെ വലം വെച്ച് ഒരു വിളക്കൊക്കെ കൊളുത്താൻ പറ്റും. മറ്റുള്ളവരെ പറമ്പിലാകുമ്പോൾ വിളക്ക് കൊളുത്താൻ ചിലപ്പോൾ അവർ സമ്മതിച്ചില്ല. അത് വേണ്ട, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചെയ്യേണ്ടത് പേരാലിൻ്റെ അവിടെ അമാവാസി ദിവസം സന്ധ്യയ്ക്ക് ഒരു 5 മണിക്ക് ശേഷം പോയി, വല്ലാണ്ട് ഇരുട്ടാവണ്ട, ചെന്ന് മറ്റുള്ളവരെ പറമ്പാണെങ്കിൽ അവിടെ വൃത്തിയാക്കാനൊന്നും സമ്മതിക്കില്ല.
വിളക്ക് വയ്ക്കാൻ സമ്മതിക്കില്ല, വേണ്ട. പശുവിൻ്റെ പാല് കൊണ്ട് ആ വൃക്ഷത്തിൻ്റെ തടിയിലേക്ക് ചുറ്റും ഒഴിക്കണം. ശിവൻ ഭഗവാനോട് പ്രാർത്ഥിക്കണം, മുൻജന്മത്തിലെ വൃക്ഷരാജാക്കന്മാരെ ഏതെങ്കിലും തരത്തിൽ ഞാനോ എൻ്റെ പൂർവികരോ ഏതെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ വൃക്ഷങ്ങൾ മുറിക്കുക അങ്ങനെയുള്ള ശാപങ്ങളോ അല്ലെങ്കിൽ സർപ്പങ്ങൾ വസിക്കുന്ന പാലുള്ള വൃക്ഷങ്ങൾ നശിപ്പിച്ചാലും ഇത്തരത്തിലുള്ള ഫലമായി വരും. പാലുള്ള വൃക്ഷങ്ങൾ വർഷക്കാലങ്ങളിൽ മുറിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അതാണ്. ഉത്തരായണം ദക്ഷിണായണം എന്നൊക്കെ നോക്കിയിട്ട് വേണം മുറിക്കണം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയണത്. അപ്പം അങ്ങനെയുള്ള ശാപങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ ഭഗവാനെ ഈ ദുരിതങ്ങളൊക്കെ തീർത്ത് എൻ്റെ കടക്കെണിയിൽ നിന്ന് മോചനം തന്ന് സമ്പത്തും സമൃദ്ധിയും തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൃക്ഷത്തിൻ്റെ തടിയിലേക്ക് ഇങ്ങനെ ചുറ്റും ഒഴിക്കണം. അതൊഴിച്ചതിന് ശേഷം 12 വലം വയ്ക്കണം. ക്ഷേത്രത്തിലെ പേരാലാണെങ്കിൽ നമ്മൾ നെയ്വിളക്ക് കൊളുത്തണം. മറ്റുള്ളവരുടെ പറമ്പിലാണെങ്കിൽ അതവർ സമ്മതിക്കില്ല. അങ്ങനെ 12 വലം വെച്ച് ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മിൻ സദാശിവം എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് കൈകൂപ്പിക്കൊണ്ട് നമ്മുടെ കണ്ണീര് കൊണ്ട് അവിടെ നനച്ച്, അതായത് കരയാനല്ല പറഞ്ഞ് നമ്മുടെ അത്രയും വ്യസനത്തോടുകൂടി ഭഗവാനെ അപേക്ഷിക്കണം. 12 വലം വെച്ച് തൊഴണം. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോരുക, നമ്മുടെ നിത്യാദികളൊക്കെ ചെയ്ത്. ഇത് കറുത്ത പക്ഷം, അതായത് അമാവാസി ദിവസമാണ് ഇത് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള 3 വൃക്ഷങ്ങളുടെയും കർമ്മം. 2 വൃക്ഷം പൗർണമി ദിവസവും 2 വൃക്ഷം അമാവാസി ദിവസമാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അജ്ഞാതമായിട്ടുള്ള ഈ കടക്കെണിക്ക് കാരണം ഇതാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ ദുരിതങ്ങൾ തീർന്ന് നിങ്ങൾക്ക് ഐശ്വര്യം വന്നു ചേരും. മറ്റുള്ള 3 വൃക്ഷങ്ങളെ അടുത്ത എപ്പിസോഡുകളായിട്ട് ഞാൻ പറയാം. ഇത് നീണ്ടു പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ എപ്പിസോഡായിട്ട് ഞാൻ പറയണം. എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് തന്നിട്ടുള്ള ഈ കൊച്ചു അറിവുകൾ തീർച്ചയായും വലുതാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ അറിവുകൾ എനിക്ക് ഈ ഭൂമിയിൽ വന്ന് ഗുരുക്കന്മാർ തന്ന അവരെ പാദസേവ ചെയ്തതിൽ നിന്ന് കിട്ടിയതാണ്. അത് എന്നാലെ നശിക്കാതെ മറ്റുള്ള ജനങ്ങൾക്കും ഒരു നന്മ വരാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ്. ഒരു ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ അറിവുകൾ കിട്ടുന്നത്. ഇതിന് നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരാണെങ്കിൽ അടിയൻ്റെ ഈ ചാനൽ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് അടിയൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കുടുംബപരദേവതയായിരിക്കുന്ന മഹാകുടുംബഭദ്രകാളിയമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.